നമസ്കാരം. ഈ ശ്രീവരാഹം ഞാനിങ്ങ് എടുക്കുക. ഈ ശ്രീവരാഹം ഈ തേറ്റ കൊണ്ട് ഞാൻ അങ്ങ് കുത്തി മറിക്കുക. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ശ്രീവരാഹത്തെ ജനങ്ങളും പറയുകയാണ്, ദേ ഇങ്ങനെ കാണിച്ചിട്ട് ഈ 4 വിരൽ അങ്ങ് മടക്കിയിട്ടുണ്ട്, നടുവിരൽ നമസ്കാരം എന്ന് പറയും. കാര്യം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് അമ്മാതിരി ഡയലോഗാണ് അവിടെ പോയി കാച്ചിയത്. ആര് കണ്ട വിട്ടിരിക്കും. ശ്രീവരാഹത്തിന് അങ്ങനെ ഒരു ഭരണത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഉറഞ്ഞുപോയ ദുഷ്ചെയ്തികളെല്ലാം ഈ തേറ്റ കൊണ്ട് കുത്തിനിറയ്ക്കുന്ന ഒരു സ്വഭാവം വരാഹത്തിനുണ്ട്. ജയിപ്പിച്ചു വിടുക, നല്ല സൂചന വരാനിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിന് മുമ്പ് നല്ല ഒരു സൂചന നൽകണം. പക്ഷെ ജനങ്ങൾക്ക് ആരോപണം, ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടാവും, രേഖപ്പെടുത്തും. അത് ഇത്തവണ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് കിട്ടുന്ന സെപ്റ്റംബർ ഒക്ടോബറിൽ നടത്തുന്ന ഒരു വലിയ നിശ്ചയത്തിന് കൂടി ഇപ്പൊ പാറിക്കൂ, ശംഖ് നാദം മുഴക്കുക, താമര ചിഹ്നം. എന്താ കരുതിയത്? ഇമാതിരിയുള്ള ഷോ കൊണ്ടല്ല. തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും അവസാനത്തെ ലാപ്പ് മത്സരമാണ്. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ഒരു 3, 4, 5 മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനു മുന്നോടിയായിട്ട് സകലമാന ആയുധങ്ങളും എടുത്ത് അങ്ങോട്ട് പ്രയോഗിച്ചുകൊണ്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ശ്രീവരാഹമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഈ വിശ്വാസം അങ്ങോട്ട് ഇളക്കി പിടിക്കാമെന്നാണ് കരുതിയത്. അതിനുവേണ്ടിയാണ് ചെമ്പ് ഉൾപ്പെടെയുള്ള സകല മൂർഖം പാമ്പിനെയും കൊണ്ടുവന്ന് കളത്തിലിറക്കി സംഘികളെല്ലാം കൂടി ചേർന്ന് ഒരു വിജയം അവിടെ പിടിച്ചെടുക്കാമെന്ന് കരുതി. പക്ഷേ ജനങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഇത്രയും വലിയ പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയം ഇറക്കി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ ജനം വിധി എഴുതിയത് ഹരികുമാറിനാണ്. നേരത്തെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലറുടെ അകാല വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് മത്സരത്തെ ശ്രീവരാഹത്ത് BJPക്ക് നല്ല സ്വാധീനമുണ്ട്. പിന്നെ നമ്മുടെ ബി ടീമായിട്ടുള്ള കോൺഗ്രസ്സുകാർ സഹായിച്ചു കഴിഞ്ഞാൽ വാർഡ് നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഭരണസമിതിക്കെതിരെ വലിയ ജനവികാരമുണ്ട് എന്ന് വരുത്താനും പരിശ്രമിച്ചതാണ്. പക്ഷേ അടപടല തേഞ്ഞുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെയാണ് ജനമെന്ന് പറയുന്നത്. എത്രമാത്രം കുപ്രചരണങ്ങൾ നടത്താൻ നോക്കിയാലും ഭരണസമിതിയെക്കുറിച്ച് കഴിഞ്ഞ കുറെ കാലമായി വായ്ത്താരിയിട്ടുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഇതുവരെ ജനം മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ്. 4 ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്നു. ഏതെങ്കിലും ഒരെണ്ണം, കാര്യം നഗരസഭയെക്കുറിച്ച് ഞങ്ങളുടേതായിട്ടുള്ള പണം ചെലവാക്കി PR ഏജൻസിയെ കൊണ്ടും കുറെ മാപ്രകളെ കൊണ്ടും ഈ ഭരണസമിതിക്കെതിരെ നിരന്തര ആരോപണങ്ങൾ ഉന്നയിക്കുക, അഴിമതി ഉണ്ടെന്ന് പ്രചരിപ്പിക്കുക, ഇതെല്ലാം ജനം വിശ്വസിച്ചു കഴിഞ്ഞു എന്ന് സ്വയം ഇവർ വിചാരിച്ച് നടക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നഗരസഭയിലൂടെ കിട്ടുന്ന സേവനങ്ങൾ അത് കിട്ടുന്നത് ഈ ഷോ കാണിക്കുന്ന വ്യക്തികൾക്കല്ല. അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന കുലസ്ത്രീകളായിട്ടുള്ള കുറെ ടീംസ് ഉണ്ടല്ലോ, ഈ കുലകളെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന പ്രഹസനങ്ങൾക്കപ്പുറം അത് കൃത്യമായി അനുഭവിക്കുന്നവർക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്ന് ആ ഉപതെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. ഭരണസമിതിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരവും പൊൻതൂവലും അവാർഡും കൂടിയാണ് ഏറ്റവും അവസാന ലാപ്പിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഒരു സിറ്റിംഗ് സീറ്റിൽ ശക്തമായിട്ടുള്ള മത്സരം BJP, കോൺഗ്രസ്, മാധ്യമങ്ങൾ സകലതിനെയും മറികടന്ന് അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പോരാട്ട വീര്യം. കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരസഭയിൽ കണ്ണും നട്ട് BJP ഇരിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങളുടെ വിശ്വകുരു വരുമ്പോൾ മേയറായിട്ട് ഞങ്ങൾ നിൽക്കുമെന്നുള്ള സ്വപ്നം ഇത്തവണയും വെള്ളത്തിലാണ്. ഉള്ള സീറ്റ് കൂടി നഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം ശ്രീവരാഹത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. കാര്യം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് പോരാട്ടമായി മാറിയതാണ്. നേരത്തെ BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള നിലയ്ക്ക് ശ്രീ മിനി അജിത്ത് എന്ന സ്ഥാനാർത്ഥി ഇറക്കിയതിനു ശേഷം ആരെയൊക്കെ കൊണ്ടുവന്നു, ഇനി കൊണ്ടുവരാനായിട്ട് ആരുമില്ല. വിശ്വഗുരുവും കൂടി വന്നിരുന്നെങ്കിൽ മുഴുവനായനെ. സംസ്ഥാനത്തുള്ള മുഴുവൻ നേതാക്കന്മാരെയും കൊണ്ടുവന്ന് ഇറക്കിയാണ് പ്രചരണം. നേരെ മറിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നോക്കൂ, അവിടെ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയായിരുന്നു മുന്നിൽ നിന്ന് പ്രചരണം നടത്തിയത്. ഒപ്പം മന്ത്രി V ശിവൻകുട്ടിയും കൂടി അതിന്റെ പ്രചരണത്തിന് എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കിയാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരൊന്നും അവിടെ വന്നിട്ടില്ല. പക്ഷേ കണ്ടില്ലേ, കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്ന് നമ്മൾ അവിടെ പ്രചരണം നടത്തി. ഇത് കണ്ടു കഴിയുമ്പോൾ, അതായത് ഈ സ്വർണ്ണം അല്ല ചെമ്പാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം വരാഹമാണ്, തേറ്റയാണ്, കുത്തിമറിക്കൂ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ആരെയാണ് കുത്തിമറിച്ചിട്ടിരിക്കുന്നത്? എന്തായാലും വിജയം നേടിയെടുത്തത് ഒരു അഭിമാനമായി. വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് വലിയ ആത്മവിശ്വാസത്തോടെ ഇടതുപക്ഷത്തിന് പോകാം. ഭരണസമിതിക്ക് ജനം ഒപ്പമുണ്ടെന്നും ആ പ്രവർത്തനങ്ങൾക്ക് ജനം പിന്തുണ അർപ്പിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തിരുവനന്തപുരം നഗരസഭയുടെ നേട്ടങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നഗരസഭ. ഈ അടുത്ത കാലത്ത് നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് അന്തർദേശീയ പുരസ്കാരം പോലും ലഭിച്ചു. പക്ഷെ അതൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ കണ്ണിപ്പെടില്ല, കണ്ണിക്കുരു എന്ന് നമ്മൾ പറയില്ലേ,
അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെയെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി ഞരമ്പൻ യദുമാരെയൊക്കെ കൊണ്ടുവന്ന് കള്ളപ്രചരണങ്ങൾ ഒരു പ്രതികരണം നടത്തിയാൽ അതിനെ വളച്ചൊടിച്ച് പുതിയ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ച് അതിനെ വിടക്കാക്കി തനിക്കാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വലിയ വലിയ കള്ളക്കഥകൾ മെനഞ്ഞെങ്കിലും അതൊന്നും ജനം ചെവി കൊടുത്തിട്ടില്ല. കുറച്ച് മാധ്യമങ്ങൾ ആഘോഷിച്ചതിനപ്പുറം എന്താണ് ഭരണസമിതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമെന്നും തിരുവനന്തപുരം നഗരസഭാ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ സംതൃപ്തരാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് മേയറുടെ പോസ്റ്റ്. നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ നാളിതുവരെ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. 4ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നഗരസഭയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് ഈ വിജയങ്ങൾ. ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സഖാവ് വി ഹരികുമാറിന് അഭിനന്ദനങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ നൽകിയ പ്രിയപ്പെട്ട ജനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മുഴുവൻ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു എന്നുകൂടി അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ്. അതോടുകൂടി ഈ തേറ്റയുമായിട്ട് ഇപ്പോ അങ്ങ് ശ്രീവരാഹം പിടിച്ചു കളയാമെന്ന രീതിയിൽ കൊമ്പും കുലുക്കി വന്നവരെല്ലാം പയ്യ കാട് കയറേണ്ടതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ വാർഡിലെ വിജയം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരു പൊൻതൂവലായിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിന്റെ സാമ്പിൾ ഡോസാണ് ഈ കണ്ട വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.